ഹായ് ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റി കട്ട് ചെയ്തതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഫ്രണ്ടിലേക്ക് ക്യാൻവാസ് ചെയ്തിട്ട് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ക്യാൻവാസ് കയ്യിലുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ സാധാ കഴുത്തും ക്യാൻവാസ് വെച്ചിട്ടും എല്ലാം ചെയ്ത് കാണിച്ചു തരണമല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ നോർമൽ ഈ കഴുത്ത് തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ വട്ടം ഓൾറെഡി 2.5 ഇറക്കം 5.5 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് വരച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് വേസ്റ്റ് തുണി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ ജോയിൻ ചെയ്തതാണിത്. അപ്പോൾ ജോയിൻ ചെയ്ത് വെച്ചത് എന്നാലാണ് നമുക്കത് തികയുള്ളൂ. ഇനി അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു കഴുത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ സിമ്പിൾ ക്യാൻവാസിൽ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടും അതുപോലെ തന്നെ തുണിയിൽ കട്ട് ചെയ്തിട്ടും എല്ലാം നമുക്ക് പഠിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ഈ ഇത് കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടുള്ളതും ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ഇനി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അവിടെ നിന്ന് കൊണ്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പോലെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് മറിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഫ്രണ്ട് കഴുത്തിലും ബാക്ക് കഴുത്തിലും ചെയ്യണത്. ബാക്ക് കഴുത്ത് നമ്മൾ യു കഴുത്ത് വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് വരുന്നത്. കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആദ്യം അതിൻ്റെ തുമ്പ് അടിച്ചെടുക്കണം കഴുത്തിൻ്റെ കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഇത് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ സൈഡിൽ അടിച്ചതിന് ശേഷം വേണം നമ്മളിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ബാക്ക് കഴുത്തും ഞാൻ അതേപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് കഴുത്തും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ബാക്കിൻ്റെ കഴുത്തിൻ്റെ പീസും ഫ്രണ്ട് കഴുത്തിൻ്റെ പീസും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്ത് ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കുക. പിന്നെ 2 കോർണർ ഭാഗം വരുന്നുണ്ടല്ലോ, ആ കോർണർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നമുക്കത് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് വന്നതിന് ശേഷം ആ ഒരു കോർണറിൽ എത്തിയിട്ട് അത് നിർത്തി നൈറ്റ് വീണ്ടും തിരിച്ചിട്ട് അങ്ങനെ കുറച്ച് തിരിച്ചിട്ടിട്ട് വീണ്ടും ആ കോർണറിൽ നിന്ന് മറ്റേ കോർണറിൽ വെച്ചിട്ട് വീണ്ടും അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും തുണി ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം വീണ്ടും അടിക്കുക. പിന്നെ വീണ്ടും ആ കോർണറിൽ തന്നെ സൂചി നിർത്തിയിട്ട് വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു തുടങ്ങുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാം? ഓരോ വെട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ബാലൻസ് വരുന്ന തുണികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ വേണം. സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് നമ്മൾ ഓരോ വെട്ട് ഇട്ട് കൊടുക്കണം. ഈ വെട്ടിട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് അങ്ങോട്ട് മറിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങോട് കൂടെ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതങ്ങോട്ട് മറിച്ച് കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ അങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാണ്ട് നമ്മൾ എന്ത് ചെയ്യണത്? വെട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മളത് ഉള്ളിലേക്ക് മറിച്ചിട്ട് അത് പതിച്ച് അടിച്ചു കൊടുക്കണം.
എടുക്കുക, ഇതെടുക്കുക. ഇപ്പം നമ്മൾ മറിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെ നമുക്ക് നമ്മുടെ കഴുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സിബിൻ്റെ അളവ് ഏകദേശം എത്രയാണോ നമ്മുടെ സിബിൻ്റെ നീളം വരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്കത് അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ട, സിബ് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ചോക്ക് കൊണ്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം അവിടുന്ന് അങ്ങോട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിചാരിക്കണ പോലെ വലിയ പണിയൊന്നുമില്ല ഇതിന്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുക എന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തൊക്കെ ഇങ്ങനെ പീസ് വെച്ചിട്ട് മറിച്ചടിക്കാൻ ആ ഒരു ഭാഗമൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്. സിബ് വെക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതുപോലെ അവിടുന്ന് അങ്ങോട്ട് സിബ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ആ ഒരു ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്തല്ലോ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്ത് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അതിപ്പോൾ മടക്കി അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ സിബ് വെക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ, പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരികയാണ്. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് സിബും വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അടിച്ച് കൊടുക്കുക. ഏതുവരെയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചെങ്കിൽ ആ ഒരു ഭാഗം വരെ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം നമ്മളവിടെ കുത്തി നിർത്തിയിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ആ ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കുക. ഇനി ക്യാൻവാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫിനിഷിങ്ങായിട്ട് പലതരം കഴുത്തുകൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പാറ്റേൺ അവൈലബിൾ ആണ്. നമ്മളിവിടെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഒരു പീസെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എടുത്തിട്ട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ ചാനലിൽ വരുന്നുണ്ട്. പാറ്റേൺ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നാണ്, സിബ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ട ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ സിബ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ അവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബ് വീണ്ടും ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിബ് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിബ് വെക്കുമ്പോൾ ഏത് ഭാഗം വെക്കുക എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ. നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അതേപോലെയാണ് നിങ്ങൾ വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തല തിരിഞ്ഞു പോകും. പിന്നെ നമ്മൾക്കത് അഴിച്ചുണ്ടാക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ സിബ് വെക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണമല്ലോ. എല്ലാ നൈറ്റിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സിബിൻ്റെ അവിടെ തന്നെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു പീസും കൂടെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിബിൻ്റെ പണി ഏകദേശം അവിടെ കഴിയും. ഇനി നമ്മൾ ഇതുപോലൊരു പീസ് എടുക്കുക. അതായത് സിബിൻ്റെ ആ ഒരു വലിപ്പം വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം മടക്കി അടിക്കുക. അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെ ചെയ്തെടുക്കുക.
രണ്ട് ഭാഗവും മടക്കി അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ പീസ് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ട, സിബ് മറയുന്ന രീതിയിലാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ താഴേക്ക് അടിച്ചു കൊടുക്കുക. അതായത് കഴുത്തിൻ്റെ ആ ഒപ്പത്തിന് വേണം നമ്മൾ ആ ഒരു പീസ് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് താഴെ വരെ നമ്മൾ അതിങ്ങനെ അടിച്ചു കൊടുക്കുക. താഴെ എത്തുമ്പോൾ നമ്മൾ ഒരു ഫ്ലവർ ഷേപ്പിൽ വേണം നമ്മൾ താഴെ ആ ഒരു തുണി മടക്കിയിട്ട് കൊടുക്കാൻ. അതായത് ഒരു കോൺ ടൈപ്പ് വരുന്ന ആ ഒരു രൂപത്തിൽ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ അവിടെ മടക്കി കൊടുക്കുക. അവിടെ കുത്തി നിർത്തിയിട്ട് പിന്നെ നമ്മൾ മാക്സിയും കൊണ്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും അവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഫ്ലവർ രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കുക. അപ്പം ഇത്രയാണ് പണിയുള്ളൂ സിബ് വെച്ചിട്ട് അടിക്കാൻ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യാം. ഇനി ഞാൻ സിബ് വെച്ച ഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഇതുപോലെയാണ് ഇപ്പോൾ നമ്മളെ ഭാഗം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതായത് ബാക്കിൻ്റെ നല്ല വശം ഫ്രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ചിട്ട് വെക്കുക. എന്നിട്ട് രണ്ടിൻ്റെ ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഇട്ടോ ഇതുവരെയുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമുക്ക് ഇനി നമുക്ക് കൈയാണ് വെച്ചടിക്കേണ്ടത്. അപ്പോൾ കൈക്ക് നമുക്ക് ജോയിൻറ്റ് പീസ് എന്തായാലും കൊടുക്കണം. കാരണം മുട്ടിൻ്റെ ഇറക്കം വേണം കൈ. അപ്പോൾ ഇതെന്തായാലും തികയില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പീസ് വെച്ച് അടിച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഇറക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പീസ് വെച്ച് അടിച്ചതിന് ശേഷം ആ ഒരു പീസിൻ്റെ മേലെ കൂടെ വേറൊരു പീസും കൂടെ വെച്ചിട്ടാണ് അടിക്കുന്നത്. എന്നാലാണ് കൈമുട്ടിനേക്കാൾ കുറച്ച് ഇറക്കം നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ മുസ്ലിങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ മുട്ട് ഇറക്കമുള്ള സ്ലീവാണല്ലോ ഉപയോഗിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഇറക്കക്കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 2 പീസായിട്ടാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ കൂടെ തന്നെ നമ്മൾ വീണ്ടും ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട, ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മുട്ടിൻ്റെ ഇറക്കം വരും. അപ്പം അതുപോലെ തന്നെ 2 സ്ലീവും നമ്മൾ അങ്ങനെ അടിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ 2 കൈയും ജോയിൻ ചെയ്യുക, പിന്നെ 2 സൈഡും പൂട്ടുക. ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഈ വീഡിയോസിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കണ്ടു നോക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നൈറ്റിയുടെ. കണ്ടാ, ഇതാണ് കഴുത്ത് ഭാഗം നമ്മൾ അടിച്ചത്. അതുപോലെ തന്നെ കൈ ഭാഗം എല്ലാതും നമ്മൾ ഫിനിഷിങ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ഡമ്മിയുടെ മുകളിൽ ഇട്ടിട്ട് ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തയ്യലിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.